ഇന്ന് നമ്മൾ ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി വന്നത് കോഴിക്കോട് ബീച്ചിലുള്ള ദി ഷാപ്പ് റെസ്റ്റോറൻ്റാണ്. ശരിക്കും ഒരു ഷാപ്പിൻ്റെ ഫീലും ആ പഴയകാല ഒരു നൊസ്റ്റാൾജിക് മൊമെൻ്റൊക്കെ നമുക്ക് ഓർമ്മ വരുന്നൊരു രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറുമ്പം തന്നെ നമുക്ക് ആ ഒരു ആംബിയൻസ് കറക്റ്റായിട്ടൊരു വല്ലാത്തൊരു ഫീലാണ്. അവിടെ ഒരു പഴയകാല സിനിമകളുടെ പോസ്റ്ററും ഇന്നിറക്കം നാളെ കഴുകുന്ന ബോർഡും വാഷ്റൂമിനൊക്കെ കൈ കഴുകുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ പച്ച മലയാളത്തിൽ എഴുതി വെക്കാന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് മൊത്തം ഈ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ നാടിൻ്റെ രുചി ഒന്ന് തുറന്നു നോക്കട്ടെ. എടാ, ഇത് മറ്റേ നമ്മുടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴുള്ള നോട്ട്ബുക്കില്ലേ, സെയിം സാധനം. ഇവിടുത്തെ മെനു ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു കൗതുകം തോന്നും. മെനു ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ആ പുതിയാപ്പിളക്ക് ഇല്ലാത്തത്, പുതിയാപ്പിളക്ക് എന്തില്ലാത്തത്? പുതിയാപ്പിളക്ക് എന്തില്ലാത്തടാ? ഏത് എന്താത്? എന്ത് സാധനം? എന്താ പുതിയാപ്പിളക്ക് ഇല്ലാത്തതിന്റെ സംഭവം എന്താണെന്നറിയോ? നമ്മളെ നാട്ടിലൊക്കെ പണ്ട് മറ്റേ ഈ കല്യാണം കഴിഞ്ഞിട്ട് രാത്രി വിരുന്നിരിക്കൂലേ, പുതിയാപ്പിളയും അളിയന്മാരും അമ്മായിയോ അമ്മോശനൊക്കെ ഇങ്ങനെ വിരുന്നിരിക്കുന്ന സമയത്ത് നമ്മളെ മറ്റേ അമ്മോശൻ പറഞ്ഞു അളിയനോട് പുതിയാപ്പിളക്ക് ഇല്ലാത്ത ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അളിയൻ നോക്കി സംഭവം എന്തൊക്കെയാണ് നോക്കുമ്പോഴേക്ക് എല്ലാം ഉണ്ട്. ബീഫുണ്ട്, മറ്റേതുണ്ട്, മീനുണ്ട്, ഒക്കെ ഉണ്ട്. പുതിയാപ്പിളക്ക് ഇല്ലാത്തതായിട്ട് തലച്ചോറില്ലോ. അപ്പോൾ പുതിയാപ്പിളക്ക് ഇല്ലാത്തത് ഇട്ട് കൊടുക്കുന്നിട്ട് തലച്ചോറ് ഇട്ട് കൊടുത്തപ്പോ പുതിയാപ്പിള ആലോചിച്ച് എനിക്ക് തലച്ചോറില്ലാതാ. അതാണ് ഈ പുതിയാപ്പിളക്ക് ഇല്ലാത്തതെന്നുള്ള സ്റ്റോറി വന്നത്. അങ്ങനെ പുതിയാപ്പിള ഇറങ്ങിപ്പോയി എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഈ വരുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക്. സംഭവം കൊള്ളാം. ആ കൊണ്ടുവരുന്ന പ്രസന്റേഷനാണ് ഒരു രക്ഷയില്ല. കല്ലപ്പവും ഒഴിച്ചാറും സ്റ്റാർട്ടർ വന്നിക്കട. ഇത്ര ചെറിയ കല്ലപ്പോ ഇത്, അതിന്റെ മേലെ ചെറിയ ചാറൊഴിച്ചിട്ട്. അയ്യോ, സംഭവം എന്തായാലും സെറ്റ് സാധനം കേട്ടോ. ടച്ചിങ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. കപ്പയും ചമ്മന്തിയും. കറിവേപ്പില കട്ടുന്നോ? നമ്മുടെയൊക്കെ നാട്ടില് ഉച്ചക്ക് മുമ്പ് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ കിട്ടും. നല്ല കപ്പയും നല്ല ചമ്മന്തിയും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നല്ല മീൻകറി ഇതൊക്കെ ആയിട്ട് ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റിലുള്ള സാധനം. ശരിക്കും കുറച്ചേ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന്റെ ടേസ്റ്റ് ആവുന്നു പോകുന്നില്ല അല്ലേ? മുള ഉരി ചിക്കൻ, ഉരി ഓക്കെ, മുള ഉരി ചിക്കൻ. അപ്പൊ മുള ഉരി ചിക്കൻ ഒന്ന് അടിച്ചാലോ? ഇങ്ങനെ സോസ് മുക്കി അടിക്കണല്ലേ? എൻ്റെ മുഖത്ത് കാണുന്നില്ലേ അത്? ഞാൻ പറയാനല്ലോ. ഇതുവരെ വന്നതൊക്കെ സ്റ്റാർട്ടറാണ്. മെയിൻ കോഴ്സിലേക്ക് നമ്മൾ എത്തിയില്ല. ചൂണ്ടക്കാരൻ കൊഞ്ച്. ഓക്കെ, നിങ്ങൾ തന്നെ ചൂണ്ട ഇട്ടാണോ?
ചൂണ്ടക്കാരൻ കൊഞ്ച്. തല തടയി കൊടുക്കുക ചെമ്മിന്റെ. സ്പൈസി അല്ല, നല്ല മൈൽഡ് ഫ്ലേവറാണ്. പ്രോൺസിൻ്റെ ഈ സാധനം അടിപൊളി ആയിട്ടുണ്ട്. ഇതിലുള്ള ആ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടുള്ള ആ ഇതാണ് അടിപൊളി. ഇതെന്താ പേരെന്താ? കുട്ടൻ കല്ലിച്ചുട്ടതോ? കുട്ടൻ കല്ലിച്ചുട്ടത്. എൻ്റെ മോനെ, ബീഫിൻ്റെ ക്വാളിറ്റി. കുട്ടൻ കല്ലിച്ചുട്ടല്ലേ? കുട്ടനല്ലേ? കുട്ടൻ കല്ലിച്ചുട്ടത്. ഒരു രക്ഷയില്ലാത്ത ബീഫ്. ഓ, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ബീഫ്. ശരി, നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കോട്ടയം സ്റ്റൈൽ ഫുഡാണ്. നമ്മൾ കോട്ടയത്തെ അച്ചായൻ ഇവിടെ വന്ന് ഷാപ്പ് തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട് ഒരു ഷാപ്പ് റെസ്റ്റോറൻ്റ് ആയത്. അതെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മീൻ കറിയാണ്. ഒന്ന് മുളകിലിട്ട കറിയും ഒന്ന് വറുത്തരച്ച കറിയും. ആക്ച്വലി കിഴി കെട്ടിയ കടൽക്കൂട്ടെന്നാണ് പറയുന്നത്. നമ്മൾ പാപ്പിച്ചായൻ കടലിൽ പോയി മീൻ പിടിച്ചപ്പോൾ ചാകര കിട്ടി. അത് ഞങ്ങളൊരു കിഴി പോലെ ആക്കി. അതാണ് ചാകരക്കൂട്ട്. ഇതിനകത്ത് വരുന്നത് ഞണ്ടുണ്ടാവും, ചെമ്മീനുണ്ടാവും, കൂന്തലുണ്ടാവും, പിന്നെ കുറച്ച് പൊടിമീനുണ്ടാവും. അങ്ങനെയാണ്. അതാണ് ചാകരക്കൂട്ട്, കിഴി കെട്ടിയ കടൽക്കൂട്ട്. ഒരു കടലിലുള്ള സാധനം മൊത്തം ഇതിലുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് വയ്യ. ചോറും കൂട്ടാനും കഴിക്കാം. ചോറും കൂട്ടാനും ഒക്കെ മിക്സ് ആക്കണം. ഇതെന്താ മീന്? മീനൊക്കെ ഫ്രഷാണ്. ഷാപ്പിലെ ആംബിയൻസും നമ്മളെ ഈ ഫുഡും എല്ലാം സൂപ്പറാണ്. ഒറ്റ വാക്കിൽ പറ ഷാപ്പിനെ കുറിച്ച്. ഒറ്റ വാക്കിൽ സൂപ്പർ സൂപ്പർ സൂപ്പർ. സൂപ്പറിന്റെ മുകളിൽ എന്തുണ്ടാ? അതിന്റെ മുകളിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാം. പാപ്പിച്ചായനെ സമ്മതിക്കണോ? പാപ്പിച്ചായ ഇത്രയും സാധനങ്ങൾ പിടിച്ചോണ്ടല്ലേ നമുക്ക് ഈ ചാകരക്കൂട്ട കിട്ടിയത്. ഇനി കോട്ടയത്തൊക്കെ ഒന്നും പോകണ്ട. ഇവിടെ നമ്മുടെ കാലിക്കറ്റ് തന്നെ ഉണ്ട് കോട്ടയംകാരുടെ ചോറും കൂട്ടാനും. അടുത്ത് നമ്മൾ കഴിച്ച ഐറ്റാണ് കോട്ടയംകാരുടെ സ്വന്തം ചക്ക വരട്ടിയത്. അതായത് പഴവും പപ്പടവും ഐസ്ക്രീമും ചക്ക വരട്ടിയത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ഡെസേർട്ട്. ചക്ക വരട്ടിയത് വിത്ത് ഐസ്ക്രീം. നല്ല അടിപൊളി കോമ്പോ ആണല്ലോ. ഈ ഒരു ബെല്ലോട് കൂടി പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. മണിയടിച്ച പാട്ട് പാടില്ല. ഇല്ല. NDTV അല്ലേ? ഇവർക്കാണ് NDTVയുടെ സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് റെസ്റ്റോറൻറ്റിനുള്ള അവാർഡ് കിട്ടിയത്.